ദഅവത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കൽ മാത്രമല്ല സഹോദരന്മാരെ. ഏതെങ്കിലും ഒരു പ്രവാചകൻ മൈക്ക് കെട്ടി പ്രസംഗിച്ചു. ദഅവത്ത് പരസ്പരം കണ്ടുമുട്ടിയാൽ നന്മ കൽപ്പിക്കൽ ദഅവത്താണ്. സ്ത്രീകൾക്ക് വീട്ടിൽ ദഅവത്തുണ്ട്. അടുക്കളയിൽ കൂടെയുള്ളവരോട് സംസാരിക്കൽ ദഅവത്താണ്. ഭർത്താവിനോട് മതപരമായ വിഷയങ്ങൾ സംസാരിക്കൽ, നെരിയാണിയുടെ താഴെ വസ്ത്രമിറക്കിയ ഭർത്താവിനോട് അത് കയറ്റിയെടുക്കാൻ പറയൽ ദഅവത്താണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ജിഹാദിന് പോകുന്ന സമയത്ത് സ്വഹാബാക്കളോട്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോട് പറയാണ്, ഈ യാത്രയേക്കാൾ ഉന്നതമാണ് രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മകന്റെ അരികിൽ പോയി ഒന്ന് നോക്കുന്നത്. എങ്ങനെ? രാത്രി മകൻ ഉറങ്ങുമ്പോ അവന്റെ പുതപ്പ് താഴെ വീണിട്ടുണ്ടോ, ആ പുതപ്പെടുത്തു മകനെ ഒന്ന് മൂടുന്നതും ആ കുഞ്ഞിനെ ഒന്ന് നോക്കുന്നതും. എപ്പോഴാ എന്റെ കുട്ടി ഉറങ്ങുന്നത്, എപ്പോഴാ എന്റെ മകൻ എഴുന്നേൽക്കുന്നത്, രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് മകൻ എന്താ പണി, അത് നോക്കുന്ന ഉമ്മ, അത് നോക്കുന്ന ഉപ്പ. ഞാൻ നടത്തുന്ന ഈ യാത്രയേക്കാൾ ഉന്നതമായ പണിയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, നമുക്ക് സാധിക്കണം. അത് ദഅവത്താണ്. മക്കളെ പരിചരിക്കൽ ദഅവത്താണ്. മക്കളെ വളർത്തൽ ദഅവത്താണ്. ഒരു കുട്ടിയെ അവന്റെ കയ്യിൽ ആദ്യം ഖുർആൻ കൊടുക്കേണ്ടത് ആരാ? പള്ളിയിലെ ഉസ്താദല്ല, ഖത്തീബല്ല, നാട്ടിലെ മുക്രിയല്ല. എന്റെ മകന്റെ കയ്യിൽ ആദ്യം ഖുർആൻ കൊടുക്കേണ്ടത് ഞാനാണ്. മോനെ, ഇത് അള്ളാഹുവിന്റെ കലാമാണ്, നീ ഓതണം, പഠിക്കണമെന്ന് പറഞ്ഞ് ആദ്യമായി മകന്റെ കയ്യിൽ ഉമ്മയാണ്, ഉപ്പയാണ് ഖുർആൻ നൽകേണ്ടത്. അത് ദഅവത്താണ്. ഒരുപാട് മേഖലകളുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അവരുടെ അരികിലേക്ക് വരികയാണ്. വന്നപ്പോ ഒരു നേരിയ തട്ടമിട്ടുകൊണ്ടാണ് ഉമ്മയുടെ അരികിലേക്ക് വന്നത്. കണ്ട ഉടനെ ആയിഷ റളിയല്ലാഹു തആല ആ തട്ടം കീറി വലിച്ചെറിഞ്ഞുകൊണ്ട് കട്ടിയുള്ള തട്ടമിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കട്ടിയുള്ള വസ്ത്രം കൊണ്ട് നിന്റെ നഗ്നത മറക്കും. സ്ത്രീകൾ ഔറത്ത് മറക്കേണ്ടത് പിന്നെ ശരീരത്തിൽ ഒട്ടിയ ശീലം കൊണ്ടല്ല, ചുറ്റണം, പൊതിയണം എന്നല്ല പറഞ്ഞത്. ശരീരത്തിന്റെ ഔറത്ത് പൊതിയണം എന്നാണെങ്കിൽ ഒരു തുണി എടുത്ത് ചുറ്റിയാൽ അത് പൊതിയലായി. മറയണം. ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണരുത്, മാംസളമായ ഭാഗങ്ങൾ കാണരുത്, അന്യ പുരുഷന്മാർ ഔറത്ത് കാണരുത്. ആ രൂപത്തിൽ ശരീരം മറയണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹഫ്സ റളിയല്ലാഹു തആല ധരിച്ച തുണി മാറ്റി കട്ടിയുള്ള തുണി നൽകുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹോദരൻ, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ സഹോദരൻ, ഒരിക്കൽ വുളൂ ചെയ്തു വരുമ്പോ കാലിന്റെ ഭാഗം നല്ല രൂപത്തിൽ നനഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് ചോദിക്കാണ്, അബ്ദുല്ലാഹ് എന്തായി, അബ്ദുറഹ്മാൻ എന്തായി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, ചില മടമ്പുകാലുകൾക്ക് നരകമുണ്ട്, ചില മടമ്പുകാലുകൾക്ക് നരകമുണ്ട്. എപ്പോഴാ പറഞ്ഞത്? ഒരു നഖത്തിന്റെ അത്ര ഭാഗം നനഞ്ഞിട്ടില്ല. ആ സ്വഹാബിനെ വിളിച്ചിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അനുജനല്ലേ, എങ്ങനെ പറയാനാ? വെറുതെ കുടുംബബന്ധം തകർക്കണ്ടല്ലോ. ഒരു നിസാരമായ വിഷയം അവൻ ശ്രദ്ധിക്കാതെ, സ്വഹാബിയാണ്, ശ്രദ്ധിക്കാതെ ആയതാകും, അറിഞ്ഞിട്ടേതായാലും ചെയ്യൂല എന്ന് കരുതി മിണ്ടാതിരുന്നിട്ടില്ല. ഉമ്മ വിളിച്ച് ഉപദേശിക്കുകയാണ് അനുജനെ. അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി ജനങ്ങളുടെ കോപം വാങ്ങിയാൽ അള്ളാഹ് അവനെ തൃപ്തിപ്പെടും, ജനങ്ങളും അവനെ തൃപ്തിപ്പെടും. ജനങ്ങളുടെ തൃപ്തിക്കു വേണ്ടി ആരെങ്കിലും അള്ളാഹുവിന്റെ കോപം വാങ്ങിയാൽ അള്ളാഹ് അവനെ കോപിക്കും, ജനങ്ങളെയും അവരുടെ കോപത്തിലേക്ക് അള്ളാഹ് അവനെ ഇറക്കി വിടും. കുടുംബം കോപിച്ചാലും ആര് കോപിച്ചാലും നമുക്ക് വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണെങ്കിൽ അള്ളാഹ് തൃപ്തിപ്പെടും, ജനങ്ങളും തൃപ്തിപ്പെടും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. നമുക്ക് വേണ്ടത് ജനങ്ങളുടെ തൃപ്തിയോ ജനങ്ങളുടെ മതമോ പിന്നെ അവര് ഉഷാറാണെന്ന് പറച്ചില്ലോ ഒന്നുമല്ല. ദുനിയാവിൽ ആരുടെ മുന്നിൽ ചെറുതായാലും അള്ളാഹുവിന്റെ മുന്നിൽ വലുതാകണം. നാളെ പരലോകത്ത് വലുതാകണം. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം വേണം. ദുനിയാവിൽ എത്ര ചെറുതായാലും ആര് കളിയാക്കിയാലും ആര് പരിഹസിച്ചാലും ഒന്നും പ്രശ്നമല്ല സഹോദരന്മാരെ. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ മുന്നിൽ വലുതാകലാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ സഹോദരന്മാരെ ഒരു പ്രയാസവുമില്ലാതെ ത്യാഗവുമില്ലാതെ അള്ളാന്റെ സ്വർഗത്തിലെത്താമെന്ന് കരുതണ്ട.
നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ കുമിഞ്ഞുകൂടി ലോകത്ത് നിന്ന് യാത്ര തിരിക്കണം. എന്താ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ കുമിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ? പ്രവർത്തന നൈരന്തര്യത്തോടുകൂടി മരണം വരെ പണിയെടുത്ത്, മരണം വരെ ദഅവത്തിനിറങ്ങി, മരണം വരെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുത്ത് അവസാന സമയവും ഈ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണപ്പെടാൻ കഴിയണം. അത് മാറി നിൽക്കലല്ല.